has gone and joined the BJP. പത്മജ പോയി. അങ്ങനെ പപ്പേച്ചി പോയതോടുകൂടി തൃശ്ശൂരിലെ വീട് ഉറങ്ങിയോ? മുരളി മന്ദിരത്തിൽ ഇനി എന്ത് സംഭവിക്കും? ജ്യേഷ്ഠനെതിരെ അനുജത്തി രംഗത്തിറങ്ങുമോ? കൈക്കൂമ്പിളിൽ താമര വിരിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഇനി എന്ത് സംഭവിക്കും? എന്താണിത്, പൈങ്കിളി സീരിയലിലെ പരസ്യോ? എടാ അമലേ, തൃശ്ശൂര് മുരളി മന്ദിരത്തിൽ വന്നിട്ട് പത്മജ പറഞ്ഞത് നീ കേട്ടോ? ലീഡറുടെ പേരിൽ തൃശ്ശൂര് അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കാശിന്റെ കണക്കും കൂടെ നിന്ന് കാലുവാരിയവരുടെ ചരിത്രവും എല്ലാം പപ്പേച്ചി വാരി പുറത്തിട്ടിട്ടുണ്ട്. പൂരത്തിന്റെ നിലയമട്ട് മാതിരി അതങ്ങോട്ട് കിടുകിടാ പൊട്ടും. സംഗതി കണ്ടു നോക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മുരളിയേട്ടനും പലതും പറയാനുണ്ടെന്നാ. വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത, ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ. സീറ്റ് കൊടുക്കാനല്ലേ പാർട്ടിക്ക് പറ്റുള്ളൂ, ജയിപ്പിക്കേണ്ടത് നാട്ടുകാരല്ലേ, അവർക്ക് വേണ്ട എന്നെ ചെയ്യാനാ. സ്വാഭാവികം. അല്ലെ, ചേട്ടനും അനീതി തമ്മിലാണ് തർക്കമെങ്കിലേ ഈ പൂരത്തിന്റെ കൂടെ മാറ്റം പോലെ പത്മജ കാലുമാറിയതുമില്ലേ മറ്റാരും ഉണ്ടെന്നാണല്ലോ പ്രതീക്ഷത പറഞ്ഞേ. ആള് വൻ പുലിയാണ് പ്രശാന്തേ. മുൻ DGP ആണ് കക്ഷി. ഇടിക്ക് മുന്നേ ബെഹ്റ എത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അല്ല അനന്ത, ഈ ബെഹ്റയ്ക്കെതിരെയുള്ള എന്തെങ്കിലും FIR ഉണ്ടോ ഈ വിഷയത്തിൽ? പഴയ കിച്ചൺ ക്യാബിനറ്റ് ഓർമ്മയില്ലേ? അമ്മാതിരി റോളാണ് അത്ര ഈ മുൻ DGPക്ക്. അതായത് ആര് മുഖ്യമന്ത്രി ആയാലും അവരുടെ പൂമുഖത്ത് ബെഹ്റ ഉണ്ടാകും. അമിത്ഷായുടെ രക്ഷകൻ മാത്രമല്ല, പിണറായിക്കും ലീഡർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് ലീഡറുടെ കുടുംബത്തെ ഗ്രസിച്ച കാളസർപ്പം ബെഹ്റയാണെന്ന് മിസ്റ്റർ സതീശൻ പറഞ്ഞത്. അല്ല, ഇത് ബേസ്ലെസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റാണോ? അത് പിന്നെ പോട്ടെ. അപ്പൊ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെല്ലാം തെക്കോട്ടിറങ്ങിയ സ്ഥിതിക്ക് ആരോപണങ്ങളുടെ ഒരു ഇലഞ്ഞിത്രമേളമായിരിക്കുമല്ലോ. എന്ത് മേളം? ഇവരെല്ലാം സുരേഷ് ഗോപിയുടെ കുടുംബ സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ മത്സരിച്ചത് ആർക്കെതിരെയാ? സുരേഷ് ഗോപിക്കെതിരെ. അന്ന് ഈ ഗോപിയെ നീ ഒന്ന് ഉഴപ്പിയായിരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ചേട്ടനെതിരെ മത്സരിക്കുകയാണ്. അതാണ് അമലെ ഞങ്ങൾ പറഞ്ഞത്, ഇതൊരു കാലുമാറ്റ സീരിയലാണെന്നേ. അത് ശരി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് ഇനിയിപ്പോ? അതല്ലേ, ഈ മുരളീരവത്തിൽ ഇനി ആരുടെ ആരോ ആയിരിക്കും കണ്ടറിയണ്ടേ? അല്ലേ, തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പോൾ കഴിയും. ഒസ്യത്തില്ലെന്ന് പറഞ്ഞാലും വീടിന്റെ ആധാരത്തിന്റെ കാര്യത്തിൽ സംഗതി എന്താകുമെന്ന് കണ്ടറിയാം. ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത്. അപ്പോൾ എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ പകുതി മുരളിയേട്ടൻ്റെ പേരിലും കിടന്നോട്ടെ, പകുതി എൻ്റെ പേരിലുമാണ്.